ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആസ്ഥാനത്ത് ഇപ്പോൾ ഉറക്കമില്ലാത്ത രാത്രികളാണ്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും അദ്ദേഹത്തിന്റെ സൈനിക മേധാവികളും ഭയത്തോടെ നോക്കുന്ന ഒരു പുതിയ ശക്തി ഏഷ്യയിൽ ഉദിച്ചുയർന്നിട്ടുണ്ട്. ഒരു കാലത്ത് ലോകത്തിന്റെ ഫാക്ടറി എന്ന് സ്വയം അഹങ്കരിച്ചിരുന്ന ചൈന ഇന്ന് സ്വന്തം മാളത്തിൽ ഒളിച്ചിരുന്ന് ഭയന്ന് വിറയ്ക്കുകയാണ്. വിശ്വസിക്കാൻ പ്രയാസമില്ലേ? എന്നാലും കാരണം പറയാം, ഇന്ത്യയും ജപ്പാനും കൈകോർത്തു. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ കഴിഞ്ഞ ദിവസം വാർത്ത ചെയ്തിരുന്നു. എന്നാൽ ഭാരതത്തിന് അജയ്യമായ യുവശക്തിയും ജപ്പാന്റെ അത്യാധുനിക സാങ്കേതിക വിദ്യയും ഒത്തുചേരുമ്പോൾ തകരുന്നത് ചൈനയുടെ പതിറ്റാണ്ടുകളായിട്ടുള്ള സാമ്രാജ്യത്വ മോഹങ്ങളാണ്. കഴിഞ്ഞ ദിവസം ജപ്പാൻ പ്രധാനമന്ത്രിയുടെ ഇന്ത്യൻ സന്ദർശനത്തിന് ശേഷം ചൈന പുറത്തുവിട്ട ഔദ്യോഗിക പ്രതികരണം നിങ്ങൾ ശ്രദ്ധിച്ചോ? മൂന്നാമതൊരു രാജ്യത്തെ ലക്ഷ്യം വെച്ചുള്ള കൂട്ടുകെട്ടുകൾ മേഖലയിലെ സമാധാനം തകർക്കുമെന്ന്. എത്ര വലിയ ഭീഷണിയും ഭയവുമാണ് ആ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്നത്. ലോകത്തിലെ രണ്ടാമത്തെ വലിയ സാമ്പത്തിക ശക്തിയെന്ന് അവകാശപ്പെടുന്ന ചൈന ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള ഒരു ഉഭയകക്ഷി ചർച്ചയെ ഇത്രയധികം ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? നോക്കാം. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള രാഷ്ട്രീയ സമവാക്യങ്ങളെക്കുറിച്ചാണ്. ഒരു കാലത്ത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ശക്തമായ സഖ്യമായിരുന്നു ചൈനയുടെ ഏറ്റവും വലിയ തലവേദന. എന്നാൽ ഇന്ന് ചൈനയ്ക്ക് ഒരു കാര്യം നല്ല വ്യക്തമായിട്ട് അറിയാം. അമേരിക്കയുടെ താല്പര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചൈന കൃത്യമായി വായിച്ചെടുത്തിട്ടുണ്ട്. അമേരിക്കയ്ക്ക് ചൈനയെ തകർക്കണം, അതിനുവേണ്ടി ഇന്ത്യയുടെ സഹായം വേണം. എന്നാൽ അതേസമയം തന്നെ ഇന്ത്യ മറ്റൊരു ആഗോള മഹാശക്തിയായി വളർന്നു പന്തലിക്കുന്നത് കാണാൻ അമേരിക്ക പൂർണ്ണമായും ആഗ്രഹിക്കുന്നുമില്ല. അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്ക മാത്രം ആ ഒരു നയമാണ്. തങ്ങളുടെ മേധാവിത്വത്തിന് ഇന്ത്യ ഒരു ഭീഷണിയാകരുത് എന്ന സ്വാർത്ഥ ചിന്ത എവിടെയോ അമേരിക്കയ്ക്കുണ്ട്. ഈ നയതന്ത്ര പരിമിതി ചൈനയ്ക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് തന്നെ ഭാരത് അമേരിക്ക ബന്ധം ഒരു പരിധിക്കപ്പുറം ചൈനയെ ഇന്ന് അസ്വസ്ഥമാക്കുന്നില്ല. പക്ഷെ ഇവിടെയാണ് കളി മാറുന്നത്. ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള സഖ്യം അമേരിക്കൻ സഖ്യം പോലെയല്ല. ഇതൊരു യഥാർത്ഥ ഏഷ്യൻ കൂട്ടുകെട്ടാണ്. പരസ്പര വിശ്വാസത്തിലും തുല്യതയിലും അധിഷ്ഠിതമായ ഒരു ബന്ധമാണത്. ഏഷ്യയിലെ രണ്ട് ജനാധിപത്യ ധ്രുവങ്ങൾ ഒന്നിക്കുമ്പോൾ അത് ചൈനയുടെ നെഞ്ചിലേക്കാണ് നേരിട്ട് തറയ്ക്കുന്നത്. ചൈന വിശ്വസിക്കുന്നത് ഏഷ്യ ഭരിക്കാൻ തങ്ങൾ മാത്രം മതി എന്നാണ്. ആ ഏകാധിപത്യ മോഹങ്ങൾക്കാണ് ഭാരതവും ജപ്പാനും കൂടി ഇപ്പം ചങ്ങലയിട്ടിരിക്കുന്നത്. ചരിത്രത്തിലേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ചാൽ ഒരു വലിയ സത്യം മനസ്സിലാകും. ഇന്ന് ചൈന ലോകത്തിൻ്റെ നിർമ്മാണ ഹബ്ബായി മാറിയിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിൽ ജപ്പാന്റെ നിസ്വാർത്ഥമായ പിന്തുണയുണ്ടായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ജപ്പാൻ ചൈനയോട് ചെയ്ത ക്രൂരതകൾക്ക് ഒരു പ്രായശ്ചിത്തം എന്ന നിലയിലാണ് യുദ്ധാനന്തരം ജപ്പാൻ ചൈനയെ സാമ്പത്തികമായി സഹായിക്കാൻ തുടങ്ങിയത്. ചൈനയിലേക്ക് കോടിക്കണക്കിന് ഡോളറിന്റെ മൂലധനവും ടെക്നോളജിയും ജപ്പാൻ ഒഴുക്കി. ആ സഹായം മുതലാക്കിയാണ് ചൈന ഇന്നത്തെ സാമ്പത്തിക ശക്തിയായി മാറിയത്. എന്നാൽ വളർന്നു കഴിഞ്ഞപ്പോൾ ചൈന ചെയ്തത് എന്താണ്? തങ്ങളെ സഹായിച്ച ജപ്പാനെ തന്നെ തിരിഞ്ഞുകൊത്താൻ തുടങ്ങി. കിഴക്കൻ ചൈന കടലിലെ സെൻകാഗു ദ്വീപുകൾ കൈക്കലാക്കാൻ ജപ്പാനെതിരെ ചൈന നിരന്തരം സൈനിക ഭീഷണി ഉയർത്തി. ചൈനയുടെ ഈ ചതി തിരിച്ചറിഞ്ഞപ്പോഴാണ് ജപ്പാൻ തങ്ങളുടെ യഥാർത്ഥ സുഹൃത്തിനെ തിരിച്ചറിഞ്ഞത്. അതാണ് ഭാരതം. ജപ്പാന്റെ പക്കൽ മൂലധനമുണ്ട്, ലോകത്തെ ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യയുണ്ട്. ഭാരതത്തിന്റെ പക്കലാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ വിപണിയുണ്ട്. അധ്വാനിക്കാൻ തയ്യാറുള്ള കോടിക്കണക്കിന് നല്ല ചുറുചുറുക്കുള്ള യുവാക്കളുമുണ്ട്. ഈ രണ്ടും കൂടി ഒന്നിച്ചാൽ ചൈനയുടെ അന്ത്യം കുറിക്കാൻ മറ്റൊന്നും വേണ്ട എന്ന് ചൈനയ്ക്ക് പോലും നന്നായിട്ടറിയാം. ഇന്ത്യയും ജപ്പാനും ചേർന്ന് ചൈനയ്ക്ക് നൽകിയ ഏറ്റവും വലിയ സാമ്പത്തിക പ്രഹരമാണ് സപ്ലൈ ചെയിൻ റെസിലിയൻസ് ഇനിഷ്യേറ്റീവ് അഥവാ SCRA. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ലോകത്തിലെ പ്രമുഖ കമ്പനികളെല്ലാം തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ ചൈനയെയാണ് ആശ്രയിച്ചിരുന്നത്. ഈ കുത്തക മുതലാക്കി ചൈന ലോകരാജ്യങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തുടങ്ങി. ഇതിനെതിരെ ഇന്ത്യയും ജപ്പാനും ഓസ്ട്രേലിയയും ചേർന്ന് രൂപീകരിച്ചതാണ് ഈ സഖ്യം. ഇതിന്റെ ഫലമായി ജാപ്പനീസ് കമ്പനികൾ തങ്ങളുടെ ഫാക്ടറികൾ ചൈനയിൽ നിന്നും മാറ്റി ഇന്ത്യയിലേക്ക് സ്ഥാപിക്കാൻ വലിയ രീതിയിലുള്ള സബ്സിഡികളാണ് ജപ്പാൻ സർക്കാർ നൽകുന്നത്. ആപ്പിൾ, സാംസങ് തുടങ്ങിയ ആഗോള ഭീമന്മാർക്ക് പുറമെ നൂറുകണക്കിന് ജാപ്പനീസ് കമ്പനികൾ ഇന്ന് ചൈന വിട്ട് ഭാരതത്തിൽ ഉൽപ്പാദനം ആരംഭിച്ചു കഴിഞ്ഞു. ചൈനയുടെ സാമ്പത്തിക മേധാവിത്വത്തിന്റെ അടിത്തറയാണ് ഇതിലൂടെ ഇന്ത്യ ഇളക്കുന്നത്. സ്മാർട്ട് ഫോണുകൾ, സെമി കണ്ടക്ടറുകൾ, ഓട്ടോമൊബൈലുകൾ എന്നിവയുടെ നിർമ്മാണത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടുമ്പോൾ ചൈനയുടെ പതനം പൂർണ്ണമാകും. ഇനി നമുക്ക് ഏറ്റവും തന്ത്രപ്രധാനമായ സൈനിക വശത്തിലേക്ക് വരാം. ചൈനയുടെ ഏറ്റവും വലിയ പേടി എന്താണെന്നറിയോ? കടൽമാർഗമുള്ള ഉപരോധം. ചൈനയിലേക്ക് എത്തുന്ന ഇന്ധനത്തിന്റെ 80% വരുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മലാക്ക കടലിടുക്ക് വഴിയാണ്. ഈ കടലിടുക്ക് സ്ഥിതി ചെയ്യുന്നതാകട്ടെ എവിടെയാണെന്നറിയോ? ഭാരതത്തിന്റെ സ്വന്തം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾക്ക് തൊട്ടടുത്ത്.
ഇവിടെയാണ് ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള നാവിക സഹകരണം ചൈനയുടെ ഉറക്കം കെടുത്തുന്നത്. ലോകത്തിലെ ഏറ്റവും മികച്ച നാവിക സാങ്കേതിക വിദ്യയുള്ള രാജ്യമാണ് ജപ്പാൻ. ജപ്പാന്റെ അത്യാധുനിക സബ്മറൈൻ ടെക്നോളജിയും ഭാരതത്തിന്റെ കരുത്തുറ്റ നാവിക സേനയും കൂടി ആൻഡമാൻ ദ്വീപുകളിൽ ഒന്നിച്ചു ചേരുമ്പോൾ ഒരു യുദ്ധ സാഹചര്യം ഉണ്ടായാൽ ചൈനയിലേക്കുള്ള ഇന്ധന കപ്പലുകളുടെ വഴി പൂർണ്ണമായും കൊട്ടിയടയ്ക്കാൻ ഭാരതത്തിന് ഒറ്റയടിക്ക് സാധിക്കും. ചൈനയുടെ ജീവനാഡി ഭാരതത്തിന്റെ കൈപ്പിടിയിലാണ് എന്ന് ചുരുക്കം. ഈ തന്ത്രപ്രധാനമായ ലൊക്കേഷനും ജപ്പാന്റെ നാവിക കരുത്തും ചേരുമ്പോൾ ചൈന ഭയപ്പെടാതിരിക്കുന്നത് എങ്ങനെയാണ്? അതുപോലെ തന്നെ ഇന്ന് ലോകം ഭരിക്കുന്നത് ആയുധങ്ങൾ മാത്രമല്ല, സാങ്കേതിക വിദ്യ കൂടിയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സെമി കണ്ടക്ടർ നിർമ്മാണം, സൈബർ സെക്യൂരിറ്റി, 5G, 6G സാങ്കേതിക വിദ്യകൾ എന്നിവയിൽ ഭാരതവും ജപ്പാനും തമ്മിൽ ഒപ്പുവെച്ച കരാറുകൾ ചൈനയുടെ സാങ്കേതിക കുത്തകയ്ക്ക് ഏൽപ്പിച്ച വലിയ ആഘാതമാണ്. ചൈന വിചാരിച്ചിരുന്നത് തങ്ങളുടെ വില കുറഞ്ഞ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഏഷ്യയെയും ലോകത്തെയും കീഴ്പ്പെടുത്താമെന്നാണ്. എന്നാൽ ഇന്ത്യയുടെ ലോകോത്തര സോഫ്റ്റ്വെയർ മിടുക്കും ജപ്പാന്റെ വിപ്ലവകരമായ ഹാർഡ്വെയർ ഇലക്ട്രോണിക്സ് ശേഷിയും ഒത്തുചേരുമ്പോൾ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ആഗോള വിപണിയിൽ നിലനിൽപ്പ് തന്നെ ഇല്ലാതാകും. ടെക്നോളജിയിലൂടെ ലോകം ഭരിക്കാമെന്ന ചൈനയുടെ അഹങ്കാരത്തിനാണ് ഏഷ്യൻ മണ്ണിൽ നിന്ന് തന്നെ ഭാരതവും ജപ്പാനും കൂടി ചേർന്ന് ശക്തമായൊരു പ്രഹരം കൊടുക്കുന്നത്. ചൈനയുടെ മറ്റൊരു വലിയ തന്ത്രമായിരുന്നു ഭാരതത്തെ അതിർത്തിയിൽ എപ്പോഴും സമ്മർദ്ദത്തിലാക്കുക എന്നത്. ലഡാക്കിലും അരുണാചൽ പ്രദേശിലും അവർ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അതുമാത്രമല്ല, പാകിസ്ഥാൻ അവർ പണം കൊടുത്തും ബംഗ്ലാദേശിനെ കയ്യിലെടുത്തും മറ്റു മാർഗവും. എന്നാൽ ഭാരതവും ജപ്പാനും കൈകരുത്തതോടെ ചൈനയ്ക്ക് കെണി സ്വന്തം വീട്ടിൽ തന്നെയായി. ഇന്ത്യയുമായി അതിർത്തി തർക്കമുള്ളതുപോലെ തന്നെ കിഴക്കൻ ചൈന കടലിൽ ജപ്പാനുമായും ചൈനയ്ക്ക് തർക്കമുണ്ട്. ഇപ്പൊ ഭാരതവും ജപ്പാനും തമ്മിലുള്ള സൈനിക സഹകരണവും സംയുക്ത സൈനിക അഭ്യാസങ്ങളും വർദ്ധിച്ചതോടെ ചൈനയ്ക്ക് ഒരേ സമയം രണ്ട് മുന്നണികളിൽ ശ്രദ്ധിക്കേണ്ടി വരുന്നു. പടിഞ്ഞാറ് ഭാഗത്ത് ഭാരതത്തിന്റെ ശക്തമായ സൈന്യത്തെയും കിഴക്ക് ഭാഗത്ത് ജപ്പാന്റെ അത്യാധുനിക സേനയെയും ഒരേ സമയം നേരിടേണ്ടി വരുന്നത് ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ ശേഷിയെ പകുതിയായി വികേന്ദ്രീകരിക്കും. ചൈന എവിടെയെങ്കിലും ഒരു അധിനിവേശത്തിന് മുതിർന്നാൽ രണ്ട് ഭാഗത്തു നിന്നും ഒരേ സമയം തിരിച്ചടി കിട്ടുമെന്ന അവസ്ഥ ചൈനയെ പൂർണ്ണമായും പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ഒരു കാലത്ത് ചൈനയുടെ തന്ത്രം എന്തായിരുന്നു? ഭാരതത്തിന്റെ അയൽ രാജ്യങ്ങളായ ശ്രീലങ്ക, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ എന്നിവരെ കടക്കണിയിൽപ്പെടുത്തി ഭാരതത്തെ ചുറ്റി വരിഞ്ഞ് ആക്രമിക്കുക എന്നതായിരുന്നു അവരുടെ സ്ട്രിംഗ് ഓഫ് പേഴ്സ്. പാകിസ്ഥാനെ ഇന്ത്യക്കെതിരെ എപ്പോഴും ഒരു ആയുധമാക്കി ചൈന നിർത്തി. എന്നാൽ ഇന്ത്യ വഴി ഇന്ത്യയല്ല, ചൈന അയൽ രാജ്യങ്ങളിൽ കടന്നു കയറി ഇന്ത്യക്കിട്ട് പണിയാൻ നോക്കിയപ്പോൾ ചൈനയുടെ സ്വന്തം മാളത്തിനടുത്ത് പോയി ഇന്ത്യ പണി കൊടുത്തു. ബംഗ്ലാദേശിൽ ചൈന വൻ നിക്ഷേപങ്ങൾ നടത്താനും പോർട്ടുകളുടെ നടത്തിപ്പ് അവകാശം സ്വന്തമാക്കാനും നോക്കിയപ്പോൾ ഭാരതം ജപ്പാനുമായി ചേർന്ന് ബംഗ്ലാദേശിലെ മദാർബാരി ആഴക്കടൽ തുറമുഖ വികസനം ഏറ്റെടുത്തു. ചൈനയുടെ പണക്കൊഴുപ്പിനെ ജപ്പാന്റെ സാമ്പത്തിക കരുത്തും ഭാരതത്തിന്റെ നയതന്ത്ര സ്വാധീനവും ഉപയോഗിച്ച് ഇന്ത്യ തകർത്ത് കളഞ്ഞു. ശ്രീലങ്കയിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും ചൈനയുടെ കടക്കണി നയതന്ത്രത്തെ തകർക്കാൻ ഭാരതവും ജപ്പാനും സംയുക്ത പദ്ധതികളാണ് ആവിഷ്കരിക്കുന്നത്. ചുരുക്കി പറഞ്ഞ ഇന്ത്യയെ വളയാൻ വന്ന ചൈന ഇന്ന് ഇന്ത്യയാൽ തന്നെ ചുറ്റപ്പെട്ടിരിക്കുകയാണെന്ന് സാരം. എന്തായാലും ചൈനയ്ക്ക് കൊടുത്ത ഈ ഒരു 8ന്റെ പണി നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യൂ. മറ്റു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.